നമസ്കാരം. ഇന്ന് നമുക്കൊരു കോട്ടയെപ്പറ്റി കേട്ടാലോ? രാജസ്ഥാനിലെ ബാൻകട്ട് കോട്ട. 452 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത് ദാസ് കല്ലും ഇഷ്ടികയും കൊണ്ട് കെട്ടിത്തീർത്തൊരു കൊട്ടാരം. രാജസ്ഥാനിലെ ആൽവാർ ജില്ലയിലെ ആരവല്ലി കുന്നുകളിലെ സരസ്കർ റിസർവിൻ്റെ അതിർത്തിയിലാണ് ബാൻകട്ട് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും അടുത്തുള്ള ഗ്രാമം ഗോളാകാബസ് ആണ്. കുന്നുകളുടെ ചുവട്ടിൽ ചരിഞ്ഞ ഭൂപ്രദേശത്താണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കുന്നുകളുടെ താഴത്തെ ചരിവിലാണ് സ്ഥിതി ചെയ്യുന്നത്. മരങ്ങൾ കുളപ്രദേശത്തെ ചുറ്റിപ്പറ്റി കിടക്കുന്നു. കൊട്ടാരത്തിൻ്റെ പരിസരത്ത് കുളത്തിലേക്കൊരു പ്രകൃതിദത്ത അരുവി തന്നെ പതിക്കുന്നു. ഡൽഹിയിൽ നിന്ന് ഏകദേശം 235 കിലോമീറ്റർ അകലെയാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഭയങ്കര രസകരമായെന്ന് പറയട്ടെ, ഈ കോട്ടയെപ്പറ്റി 2 കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടും കഥകളാണ്. എങ്ങനെയാണ് ഈ കോട്ട നശിച്ചു എന്നുള്ളതിന് ഒരു വിദ്യയിലേക്ക് നമുക്ക് പോകാം. കോട്ടയുടെ അടുത്തൊരു പാവപ്പെട്ട മനുഷ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കോട്ടയുടെ പരിധിയിൽ നിർമ്മിക്കുന്ന ഏതൊരു വീടും സ്വന്തം വീടിനേക്കാൾ ഉയരത്തിലായിരിക്കരുത്. അത്തരമൊരു വീടിൻ്റെ നിഴൽ അദ്ദേഹത്തിൻ്റെ വീടിന്മേൽ വീണാൽ അത് കോട്ടപ്പട്ടണത്തിൻ്റെ നാശത്തിന് കാരണമാകും. സാധുവിൻ്റെ വീടിന്മേൽ നിഴൽ വീഴ്ത്തുന്ന തൂണുകൾ കോട്ടയിൽ ചേർത്തപ്പോൾ കോട്ടയും ചുറ്റുമുള്ള പട്ടണങ്ങളും നശിക്കപ്പെട്ടു എന്നൊരു കഥ പ്രചരിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. മാന്ത്രിക വിദ്യയിൽ ഏർപ്പെട്ടിരുന്ന ഒരു പുരോഹിതൻ നിരവധി കമിതാക്കളുള്ള ഒരു സുന്ദരിയായ ബാൻകട്ട് രാജകുമാരിയുമായി പ്രണയത്തിലായി. ഒരു ദിവസം പുരോഹിതൻ രാജകുമാരിയെ ചന്തസ്ഥലത്തേക്ക് പിന്തുടർന്ന് ഒരു പ്രണയമരുന്ന് വാഗ്ദാനം ചെയ്തു. എന്നിരുന്നാലും അവൾ അത് നിരസിച്ചു. അതൊരു വലിയ പാറയിലേക്ക് വലിച്ചെറിഞ്ഞു. അത് പുരോഹിതൻ്റെ മേൽ ഉരുണ്ടു വീണ് അദ്ദേഹത്തെ തകർത്തു. മരിക്കും മുമ്പ് ആ പുരോഹിതൻ മുഴുവൻ ഗ്രാമത്തെയും ശപിച്ചു അത്രേ. ആ പട്ടണം നാശത്തിൻ്റെ വഴിവക്കിലേക്ക് പോയി. ഇതിലേതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഏത് കഥയായിരിക്കും? അതോ ഈ 2 കഥകളും കെട്ടുകഥയായിരിക്കുമോ? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക.